സാർ, ഞാൻ ഈ വീടിന്റെ ടെറസിന്റെ മണ്ടയ്ക്ക് കയറിയ സമയത്ത് എന്തെങ്കിലും തുമ്പോ ഫുഡ് പ്രിന്റ്സോ ഒക്കെ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ ടെറസ് കംപ്ലീറ്റ് അരിച്ചു നോക്കി. അങ്ങനെ എന്റെ ഫുഡിന്റെ കീഴിൽ വെച്ച് തന്നെ കിട്ടി എനിക്ക് ഏറ്റവും വലിയൊരു തുമ്പ്. ജെഫിൻ പകുതി വലിച്ചിട്ട് പോയ സിഗരറ്റിന്റെ ആ തുമ്പ്. അത് ഞാൻ വലിക്കാറില്ല. കള്ളം പറയാൻ നോക്കണ്ട ജെഫിൻ. ഇതൊരു തുറന്ന കോടതിയാ ജെഫിൻ. ഇന്ന് ഇവിടെ ആർക്കും ഒന്നും ഒളിക്കാൻ പറ്റൂല. സമ്മതിച്ചു കൊടുത്തേക്ക്. പിന്നെ ഇയാളാണല്ലോ കോടതി അല്ലേ സാറേ? പല്ലിടിച്ച് അണ്ണാക്കിലേക്ക് കിണിക്കാത്ത കാര്യം പറഞ്ഞേക്കാം. ആ പറഞ്ഞിട്ട് ഞാൻ കണ്ടേട്ടാ. വേണി പറഞ്ഞോട്ടടാ മോനെ. എന്റെ സാറേ 3-4 വട്ടം ഞാൻ പൊക്കിയതാ. അങ്ങോട്ട് പറഞ്ഞു കൊടുറാ. എന്റെ തലയെ തൊട്ട നീ സത്യം ചെയ്തല്ലേടാ വലിക്കത്തില്ലെന്ന്. ദ്രോഹി. ഉമ്മാതല്ലട്ടോ നിനക്ക് ഇത്ര മുടി ഒഴിച്ചില്. ആ കാലിന്റെ കൈയല്ലേ തലേ വീണത്. അതിന്റെ ഇടയ്ക്ക് പോടോ. സാർ, ഒരു സിഗരറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കുറ്റി വരെ വലിച്ച് കമ്പനിപ്പടി വരെ എത്തിച്ച് ആരും കാണാതെ ഒളിപ്പിക്കുന്ന ജെഫിൻ ഒരിക്കലും ഒരു സിഗരറ്റ് പകുതി വരെ കത്തിച്ച് അവർ ഉപേക്ഷിക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. അപ്പൊ തന്നെ ഞാനിത് പൊക്കി ടെസ്റ്റ് ചെയ്യാൻ ലാബിൽ വെച്ചു. ഞാൻ സംശയിച്ചത് കറക്റ്റ് ആയിരുന്നു സാർ. സിഗരറ്റ് സെഡേറ്റീവ് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. സാർ, എവിഡൻസ് ആൻഡ് ലാബ് റിപ്പോർട്ട്. സാർ, ഈ സിഗരറ്റിൽ അടങ്ങിയിരുന്ന ഡ്രഗ് കോഡിൻ ആൻഡ് ട്രൈപ്പോഡിൻ എന്ന സെഡറ്റീവ് ഡ്രഗ് കണ്ടന്റ് ആണ്. ഇത് വെച്ചിട്ടാണ് ബോധമില്ലാത്ത ജെഫിന്റെ ബോധം പോയത്. ഈ സിഗരറ്റ് ആരുടെ ഇവനോടത്? അവനാരും കൊടുത്തല്ലേ സാർ, അവൻ സ്വമേധയെ അടിച്ചു മാറ്റി മേടിച്ചതാണ്. എല്ലാ ദിവസവും മരുന്നെടുക്കാന്നുള്ള വ്യാജേനയിൽ അപ്പാപ്പൻ അവറാന്റെ മുറിയിൽ ചെല്ലുന്ന ജെഫിന്റെ ഉദ്ദേശം അവിടെ ഇരിക്കുന്ന പാക്കറ്റിനുള്ളിലെ ഫോറിൻ സിഗരറ്റുകളായിരുന്നു. അത് മനസ്സിലാക്കി ആരോ മനഃപൂർവ്വം ആ പാക്കറ്റ് മാറ്റിയതാണ് സാർ. അത് വേറെ ആരുമല്ല, ജെഫിന്റെ അങ്കിൾ ലാസർ. ഞാനോ?